ഇ.പി. ജയരാജന്റെ ആത്മകഥ ചോർന്നത് DC ബുക്സിൽ നിന്നാണെന്ന് പോലീസ് റിപ്പോർട്ട്. ചോർന്നത് DCയുടെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയായ ശ്രീകുമാറിൽ നിന്ന്. ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കോട്ടയം SP DGPക്ക് സമർപ്പിച്ചു. സംഭവത്തിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനോജ് ചേരുന്നു. ഷിനോജ്, വളരെ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. DC ബുക്സിൽ നിന്ന് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു പോയിട്ടുള്ളത് എന്ന്. എന്തുകൊണ്ടാണ് ഇതിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയാത്തത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? മോത്തി ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരത്തിൽ തന്റെ ആത്മകഥ എന്ന പേരിൽ PDF-കൾ പ്രചരിപ്പിക്കപ്പെട്ടതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് ഇ.പി. ജയരാജൻ തന്നെയാണ് പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം SP ആയിട്ടുള്ള ഷാഹുൽ ഹമീദിനോട് അന്വേഷിക്കാൻ DGP നിർദ്ദേശം നൽകി. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ആ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ട് DGP മടക്കി അയക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ രണ്ടാം ഘട്ട റിപ്പോർട്ട്, തുടരന്വേഷണം കുറച്ചുകൂടി വിശദാംശങ്ങളൊക്കെയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെയുള്ള ഒരു രണ്ടാം ഘട്ട റിപ്പോർട്ടാണ് ഇന്നലെ രാത്രി കോട്ടയം SP ഇപ്പോൾ DGPക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആത്മകഥ എന്ന് പറയുന്ന ഇ.പി. ജയരാജന്റെ ആത്മകഥ എന്ന് പറയുന്ന ഭാഗങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത്, അത് ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെയാണ്. DC ബുക്സിന്റെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയായിട്ടുള്ള ശ്രീകുമാറിന്റെ മെയിൽ വഴിയാണ് ഇത്തരത്തിൽ ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ ചോർന്നത് എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശ കണ്ടെത്തലാണ് ഈ പോലീസ് റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കരാർ, കൃത്യമായ രീതിയിലുള്ള ഇ.പി. ജയരാജുമായി ഒരു കരാർ DC ബുക്സിന് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ DCയിൽ എത്തിയതെന്ന കാര്യം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കണം. പക്ഷേ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ അതിന് പോലീസിന് കഴിയില്ല. കാരണം ഇത് കോപ്പിറൈറ്റ് നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് നേരിട്ട് ഈ വിഷയത്തിൽ കേസെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി എന്ത് പ്രത്യേകിച്ച് ഇ.പി. ജയരാജനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ തൻ്റേതല്ലാത്ത പേരിലുള്ള ആത്മകഥകൾ പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കണം. ആ രീതിയിലുള്ള FIR അന്വേഷണം നടക്കണമെങ്കിൽ ഇതിൽ കൃത്യമായ രീതിയിൽ കോടതിയിലേക്ക് പോകേണ്ടി വരും. അത്തരത്തിൽ ഇ.പി. ജയരാജൻ ഇനി കോടതി സമീപിക്കുമോ എന്നാണ് ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും ഷിനോജ്, ഏതായാലും വളരെ നിർണായകമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. DC ബുക്സിൽ നിന്ന് തന്നെയാണ്, പബ്ലിക്കേഷൻ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഇത് ചോർന്നിരിക്കുന്നത്, പുറത്തു പോയിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്.